ഇച്ചിരി കുരുമുളക് പൊടി കൂടെ അത് തന്നെ. ദാ ഇത്രയും. ആഹാ കലക്കില്ലേ. നോക്കട്ടെ നോക്കട്ടെ. ഇതിന്റെ കൂട്ടി എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റി. കൂട്ടറിഞ്ഞിട്ട് എന്ത് കാര്യം? കറി നന്നാവണമെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ കൃത്യമായിട്ടിടണം. ഇവൾക്ക് ഇതൊക്കെ ഭരണിന്ന് വലിച്ച കയ്യിലേക്ക് പോരണ്ടേ അമ്മച്ചി? ലോക പിശിക്കല്ലേ. അങ്ങനെ പിശിക്കുന്നോണ്ട് കടം ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്തുതരാൻ പറ്റുന്നത്. പിന്നെ അമ്മച്ചി 10 രൂപ കടം തരണമെങ്കിൽ ഇവിടെ എന്നെ കൊണ്ട് 10,000 ജോലി ചെയ്യും. ഇച്ചിരി പിശുക്കൊക്കെ നല്ലതാ മോളെ. പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നു. കണ്ടോ? ഓ ഈ അമ്മക്ക് എന്തോന്നിന്റെ കേടാ. ചെവിയുടെ കല്ല് പൊട്ടി. അയ്യോ എനിക്കിതൊന്നും കഴിക്കാൻ മേല, കൊളസ്ട്രോൾ. ഇത്തിരി ബീഫ് കഴിച്ചോണൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. നമ്മള് നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോളൊക്കെ അടിച്ച് സന്തോഷായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം. എന്റെ കർത്താവേ എനിക്ക് വയ്യായെന്നും പറഞ്ഞ് മൂപ്പര് കലമ്പുണ്ടാക്കുന്നവരോട് കർത്താവ് പറയും, നീ അവിടെ കടന്ന് ഒരുപാട് കഷ്ടപ്പെടണ്ട, നേരത്തെ ഇങ്ങോട്ട് പോരേന്ന്. കഴിക്കാൻ പറ്റും. കുടിച്ചോ കുടിച്ചോ, നീയെങ്കിലും കുടിച്ച് സന്തോഷിക്ക്. കുടിച്ചേ സന്തോഷമായിട്ട് കുടിക്ക്. എന്റെ ജീവിതം ഏതായാലും പോയി. ആഹാ അപ്പനിവിടെ വെറുതെ ഇരിക്കുക. പശു വെള്ളം കുടിക്കുമ്പോ പിന്നെ ഞാൻ വെള്ളത്തിൽ തലകുത്തി നിൽക്കണ. തലയും കുത്തി ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അതൊന്നും പറയണ്ട. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ഇങ്ങനെയുള്ള ഒഴിവ് നേരങ്ങളിൽ അല്പം പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഇത്തിരി പരുത്തിക്കുരുവിടെ തരച്ചു വെക്കുക. അങ്ങനെ പശു പരിപാലനത്തിൽ മുഴുകുന്നവർക്ക് രസകരങ്ങളായി എന്തെല്ലാം സംഗതികളുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴല്ലേ അപ്പനിങ്ങനെ കുടിക്കണം തോന്നുന്നു. ഏതായാലും കൈ കഴിയിട്ടു അവലും കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ദേ നല്ല ഒന്നാന്തരം ബീഫ് അമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ദേ അപ്പനാ നീ നോക്കില്ല, നല്ല പെടയാൻ വെച്ചേരും ഞാൻ. എന്താ നിന്റെ വിചാരം? നീ അപ്പൻ അതാ ഞാനാ? അപ്പൻ ഞാൻ തന്നെയാ, പക്ഷെ ഈ അപ്പൻ ആരാ മോൻ? വന്നേങ്ങടും ഇരിക്കവിടെ ഇരുത്തിക്കോ. പക്ഷെ ഇതിന്നൊരു കഷ്ണം തൊടുന്ന പ്രശ്നമില്ല. വേണ്ട അമ്മച്ചി, ബീഫ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി അല്ലിക്കള്ളു കുടിക്കണം. അതിനാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ചെത്തി ഇറക്കിയതാ ഫ്രഷാ. എവിടെന്നെങ്കിലും ആയിക്കോട്ടെ, ഒരു തുള്ളി അപ്പനാടാ. ഈ വീട്ടിൽ ആരാ അപ്പൻ ആരാ മോൻ? ഞാൻ അപ്പൻ, നീ മോൻ അല്ലേ? അല്ല, നീ അപ്പൻ ഞാൻ മോൻ. തെളിച്ചു പറ. നീ അപ്പൻ ഞാൻ മോൻ. മോൻ കുച്ച. മോന് ബീഫ് വേണ്ടേ? അവിടെ ഇത്തിരി താത്തി വെട്ടിക്കോ. അതവിടെ വെച്ചിട്ടേ ആ ചാക്കിന്റെ എടുത്തോ. ആ ചാക്ക്